ഹലോ, 90 ദിവസം ചെറിയൊരു പണി കിട്ടി. അപ്പോൾ അതിന് ശേഷം ആദ്യമായിട്ട് വീഡിയോ ഇടുക കേട്ടോ. ഹായ് ഡിയേഴ്സ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഡ്രസ്സെല്ലാം കാണുന്നുണ്ടോ? താനിയൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ഷോ കേട്ടോ, അംഗനവാടിയിൽ. അപ്പോൾ 2 ഡാൻസാണ്, ഒന്ന് ഞാൻ പഠിപ്പിച്ചതും ഒന്ന് അംഗനവാടിയിലെ ഡാൻസ്. അപ്പം ഞാൻ റെഡിയായി 6 മണിക്കാണ് പോകേണ്ടത്. അപ്പം താനിയനെ ഇവിടെ നിന്ന് തന്നെ മേക്കപ്പ് ചെയ്തിട്ട് കൊണ്ടുവന്ന കേട്ടോ. അപ്പോൾ ഡ്രസ്സ് റെൻറ്റിന് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെയുണ്ട്, ഡ്രസ്സസ് കൊള്ളാവാ, ഞാൻ പോയിട്ട് സെലക്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഓളെ ദീദി ആദ്യത്തെ ഡാൻസ് പ്രോഗ്രാം ആയതുകൊണ്ട് ദീദിയെല്ലാം വന്നിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്ന്. അപ്പോൾ അത് താനിക്ക് ഇരട്ടി സന്തോഷമാണ്. അപ്പം ദീദി ഏട്ടാ ഇപ്രാവശ്യം മേക്കപ്പിലും ചെയ്ത് ഇവിടുന്ന് വീട്ടിൽ നിന്ന് മേക്കപ്പ് ചെയ്തിട്ട് അവിടെ സ്റ്റേജിൻ്റെ അടുത്തേക്ക് പോവുക ചെയ്യുന്നത്. അപ്പം ഇവൾക്കാണെങ്കിൽ മേക്കപ്പ് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് തനിക്ക്. അതും ലിപ്സ്റ്റിക്കെല്ലാം നമ്മൾ വെറുതെ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക് ലിപ്സ്റ്റിക്ക് ഇട് പറയും. ഇഷ്ടമെടുക്കൊന്നുമില്ല, എന്നാലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ലിപ്സ്റ്റിക്ക് ഇട്. അപ്പോൾ കണ്ണെഴുതി പൊട്ട് തൊട്ട് എല്ലാം ഞാൻ പിരികെല്ലാം വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി മുടിയെ മാത്രമേ പ്രശ്നമുള്ളൂ, മുടി കെട്ടിയിരുന്നു. പക്ഷേങ്കിൽ പൊട്ട് തൊട്ടാലൊന്നും ഇങ്ങനെ മുടി താന്ന് നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ കാണാൻ വഴിയില്ല. എന്നാലും അതെങ്ങനെയെങ്കിലും സെറ്റാക്കണം. അപ്പോൾ കൊമ്പെല്ലാം വെച്ച് സുന്ദരിയായിട്ടുണ്ട്. കൊള്ളാവോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ കയ്യിനെ കൊണ്ട് എന്തോ ആക്ഷനെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അടിപൊളിയിൽ കവളയിൽ ചോപ്പിക്കുന്നുണ്ട് ദീദി. അത് കുറച്ചും കൂടി വേണമെന്നായി പറയുന്നത്. ഇത് ഒരാളും കൂടി ഉണ്ട് അപ്പുറത്ത്. അപ്പോൾ ഓളത് കുറച്ച് ഉള്ളത് കൊണ്ട് എനിക്ക് ഇച്ചിരിയും കൂടി വേണം എന്നല്ല ഈ പറയുന്നത്. ലിപ്സ്റ്റിക്ക് എന്താ ഇടാത്തതെന്ന് അതിൻ്റെ വേറെ ടെൻഷൻ. എന്താ ലിപ്സ്റ്റിക്ക് ഇടാത്തതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് സമാധാനമായി. കണ്ടോളെ നിങ്ങൾ, ലിപ്സ്റ്റിക്ക് ഇട്ട പാടോളെന്നാ ചെയ്യുന്നത്. നമ്മളെല്ലാം ചെയ്യുന്ന പോലെ കണ്ട അതുപോലെ ചെയ്യുവള്. അപ്പം ഭയങ്കര ഇഷ്ടമാണ് ലിപ്സ്റ്റിക്ക് ഇടുക എന്ന് വെച്ചാൽ തന്നെ എന്തോ ഭയങ്കര സംഭവമുള്ള പോലെയുള്ള വർത്താനം. പിന്നെ നല്ലോണം ഡാൻസ് കളിക്കും, അങ്ങനെ ഇങ്ങനെ എന്തെല്ലോ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കറുപ്പും മറ്റേത് വെള്ള ഡ്രസ്സും കേട്ടോ. സെക്കൻഡ് ഡാൻസിന് വെള്ള ഡ്രസ്സും. അപ്പോൾ വെള്ള ഡ്രസ്സ് ഇട്ടിട്ട് ഇവിടെ 2 ആൾക്കാർ വന്ന് നിൽക്കുന്നുണ്ട്, അവളെ ചങ്ങായിമാർ. താനിങ്ങനെ ലിപ്സ്റ്റിക്കെല്ലാം ഇട്ട് കണ്ണിൻ്റെ മേലെ പിങ്ക് കളറെല്ലാം ആക്കണം എന്ന് പറഞ്ഞ്. അപ്പം അതെല്ലാം ആക്കണം. ഇത് ഇട്ടേരം തന്നെ ഒന്നും പറയണ്ട. ലിപ്സ്റ്റിക്ക് ഇട്ടേരം ഓളെ മുഖവും കണ്ണാടി നോക്കുന്നു വരുന്നു, മുമ്പിൽ കണ്ണാടിയാണ്. അപ്പം അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന. ഇനി ഡാൻസ് കളിക്കുകയോ ഇല്ലയോ എന്ന് കണ്ടറിയാം. ആദ്യത്തെ സ്റ്റേജ് ആയതുകൊണ്ട് ഒരു പേടിയുണ്ട്. അപ്പോൾ ഒരാൾക്ക് കണ്ണിൻ്റെ മേലെ എഴുതി കൊടുത്തോണ്ട്, അപ്പോൾ എന്താ എനിക്ക് കണ്ണിൻ്റെ മേലെ എഴുതി തരാത്തെന്നാണ് ചോദിക്കുന്നത്. ജാലക്കുട്ടി നല്ല സുന്ദരിയായിട്ട് വന്നിന്. ഇവള് കഴിഞ്ഞിട്ടേ ഡാൻസ് ഉണ്ടാവും, എന്നാലും അവിടത്തേക്ക് എല്ലാം സെറ്റാക്കിയിട്ട് വന്നിന്. ഇനി അമ്പാടീനെയും കൂടിയും സെറ്റപ്പ് ആക്കണം. നമ്മൾ അമ്പാടിക്കുട്ടനെയും കൂടി ഒന്ന് സെറ്റപ്പ് ആക്കാനുണ്ട്. അപ്പോൾ താനി ഏകദേശം ഇനി ഒരു പൊട്ടും കൂടിയേ തൊട്ടെടുക്കണ്ടു. ബാക്കിയെല്ലാം സെറ്റാണ്, ഏകദേശം സെറ്റായി. പിന്നെ അമ്പാടീനെ ദീദി സെറ്റ് ചെയ്യുന്നുണ്ട്. അവനും വെള്ള ഡ്രസ്സ് ഞങ്ങൾ എത്തുമ്പോഴത്തേക്ക് ഇടാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാൻ റെഡിയായി, അങ്ങനെ വിളി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ റെഡിയായി. പിന്നെ താനിൻ്റെ വെള്ള ഡ്രസ്സിന് വേണ്ടത് എല്ലാ സംഭവവും ഞാൻ എടുത്തിട്ടുണ്ട്, ഷോക്സ് എല്ലാ കാര്യങ്ങളും വേണേനും. അപ്പോൾ അപ്പോഴത്തേക്ക് ആടെ എത്തുമ്പോഴത്തേക്ക് തന്നെ അംഗനവാടിയിലെ എല്ലാ പിള്ളേരും വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ പ്രോഗ്രാമാണ് കേട്ടോ. തലയിൽ ഹെയർ ബാൻഡും കൂടി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഓളെ ഡാൻസ് കഴിഞ്ഞിട്ട് ഒരുപാട് ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടൊന്നുമില്ല. പിന്നെ വെള്ള ഡ്രസ്സ് ഇട്ടിട്ട് ഇതാട്ടോ വെള്ള ഡ്രസ്സ്, വെള്ള ഷോക്സ് എല്ലാം ഇട്ടിട്ട് സെറ്റാക്കി. അപ്പോൾ അവിടുന്ന് പ്രസംഗം നടക്കുകയാണ്.
അതിൻ്റെ ഇടയ്ക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ഐസ്ക്രീമെല്ലാം വാങ്ങിക്കൊടുത്ത് പടത്ത് ഡാൻസ്. ഞാൻ വിചാരിച്ച പോലെയല്ല, നന്നായിട്ട് കളിച്ചു. എല്ലാവരും പറയുകയും ചെയ്തു നന്നായിട്ട് കളിച്ചു. അപ്പോൾ അവിടെ ഇങ്ങനെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്ക് താനീൻ്റെ വെള്ള ഡ്രസ്സിൽ അത് ഞാൻ മാറ്റിക്കൊടുത്ത് ഇപ്പോൾ സാധാ ഡ്രസ്സെല്ലാം ഇട്ട് എല്ലാ സാധനമെല്ലാം കഴിച്ച് മേക്കപ്പെല്ലാം ഉണ്ട്, എന്നാലും ബാക്കിയൊക്കെയെല്ലാം സെറ്റാക്കി ഓളെ ചങ്ങായിമാരപ്പുറം കളിക്കാൻ പോയി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പ്രസംഗം നടക്കുന്നുണ്ട്. ഒരുപാട് ഡാൻസും കഴിഞ്ഞ് കോമഡി സ്കിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡ് അടിക്കാൻ കയറി. വെജിറ്റബിൾ ബിരിയാണി അവിടെ തന്നെ സെറ്റാക്കിയത് കേട്ടോ. വെജിറ്റബിൾ ബിരിയാണി ഉണ്ടായിരുന്നു. അപ്പോൾ താനിക്കും കൊടുത്ത് നമ്മളും തിന്ന്. പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ടോ നമ്മൾ പോയത്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ.